ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു നാടൻ ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ വരുമ്പോൾ പറയാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ ആകെ 4 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടെ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരണം. നമുക്കപ്പോൾ തുടങ്ങിയാലോ? ഗൈസ്, ഈ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഹാഫ് കുക്ക്ഡ്, അതായത് ഫ്രൈ കുക്ക്ഡ് ചിക്കൻ ആണ് വെക്കേണ്ടത്. അത് നമ്മൾ ഇനി അടുത്ത ഇത് കറി തയ്യാറാക്കാൻ പോകുന്നത് ഈ ഫ്രൈ ചെയ്ത എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ഉലുവ, കറിവേപ്പില, ഇത് നന്നായിട്ട് മൂക്കണം. ഇതിലേക്ക് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അത് വലിയ ഉള്ളി ഞുരിഞ്ഞുര അരിയണം, ചെറിയ ഉള്ളി അരിയേണ്ട കാര്യമില്ല, മൊത്തത്തിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതിയാവും. ഇത് നന്നായിട്ട് വാടിയതിന് ശേഷം മാത്രം അടുത്തത്. എൻ്റെ കയ്യിലുള്ളത് മല്ലി മുളകും കൂടെ ചേർത്തതാണേ. അപ്പം ഞാൻ ഇതിൽ സ്വാഭാവികമായിട്ട് 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. മല്ലി മുളകും ചേർത്തതാണ് 2 സ്പൂണ്. ശകലം മഞ്ഞപ്പൊടി, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തതിൽ മഞ്ഞൾ ചേർത്തിട്ടുണ്ടെങ്കിലും ശകലം മഞ്ഞപ്പൊടി. നമ്മൾ ഉപയോഗിക്കുന്ന ചിക്കൻ മസാല ഈസ്റ്റേൺ ചിക്കൻ മസാലയുടേതാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെയധികം കറിക്ക് നല്ല വ്യത്യാസമുണ്ട്. വേറെ ഒന്നും ചേർത്തുന്നതിനും കുഴപ്പമില്ല. അപ്പം അത് ചേർക്കുന്നുണ്ട്, ശകലമേ ആദ്യം ചേർക്കുന്നുള്ളൂ. അത് ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഒരു 3 കൊച്ചു തക്കാളി ഉണ്ട്. 3 കൊച്ചു തക്കാളി എടുത്ത് മിക്സ് ചെയ്യേണ്ടതാണ്. മിക്സ് ചെയ്തത് നന്നായിട്ട് വാടിയതിന് ശേഷമാണ് ഇനി അടുത്ത പ്രൊസീജിയർ. ഇനി നിങ്ങൾക്ക് ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളെപ്പോഴും ഇത് വാടിയതിന് ശേഷം കുറച്ചെടുത്ത് ഒരു തവിക്ക് വേണ്ടി എടുത്ത് ജാറിന് ചേർക്കേണ്ടതാണ്. ജാറിലിട്ടതിന് ശേഷം അത് നന്നായിട്ട് മിക്സിയിലടിക്കണം. മിക്സിയിലടിച്ച് ഈ മിക്സിയിലടിക്കുന്ന അരപ്പ് കറിക്ക് ചേർക്കേണ്ടതാണ്. എന്നാൽ കറിക്ക് നല്ല തിക്നെസ്സും ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ഫൈനായിട്ട് അടിച്ച മസാല നമ്മൾ ഇതിനകത്ത് കറിയിനകത്ത് ചേർക്കണേ. കറിയിൽ ചേർത്തിട്ട് ഇതിൽ കുറച്ച് നമ്മൾ ഒരു കപ്പോളം വെള്ളം നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് എടുത്ത് നമ്മൾ ഇതിനായിട്ട് ചേർത്ത്. അപ്പം നമുക്ക് ഈ മിക്സിയും കൂടെ ഒന്ന് വാഷ് ചെയ്ത് ഈ അരപ്പ് ബാക്കിയുള്ളത് ഇതിനകത്ത് ചേർക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ശകലം വെള്ളത്തിൻ്റെ കുറവുണ്ട്. നമുക്ക് വേണമെങ്കിൽ വെള്ളം നമ്മൾ എടുക്കുന്ന ഇറച്ചിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർക്കാം. കാരണം ചിലപ്പോൾ ഇറച്ചിക്കകത്ത് ഹാഫ് ബോയിൽ ആയിരുന്നാലും വെള്ളം ഇറങ്ങുന്നെങ്കിൽ നമുക്കതിൻ്റേതായ രീതിക്ക് മാറ്റം വരുത്തേണ്ടതാണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈസ്റ്റേൺ ചിക്കൻ മസാല ബാക്കി ശകലം വന്നത് ചേർക്കും. കാരണം ഇത് തന്നെ ചേർക്കുമ്പോൾ തന്നെ ധാരാളമാണ്. ചിക്കൻ കറിക്ക് നല്ല ടേസ്റ്റാണ്. മൊത്തം ചേർത്തതിന് ശേഷം തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും തിള വന്നു തുടങ്ങി. നമുക്ക് ഈ പകുതി മൂപ്പിച്ച് വെച്ചേക്കുന്ന ചിക്കൻ ഇതിനകത്ത് ഇടാം. ചിക്കൻ ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. അവസാനമായിട്ട് നമ്മൾ കറിയൊക്കെ ഏകദേശം പറ്റുമ്പോൾ നമുക്കിന്ന് ചപ്പാത്തിക്ക് വേണ്ടി ഉണ്ടാക്കിയ കറിയാണിത്. അപ്പോൾ
ഇപ്പോഴത്തെ ഏകദേശം ഒരു ചപ്പാത്തി ആയതുകൊണ്ട് നമ്മൾ ഒത്തിരി അംഗങ്ങളുണ്ട്, അതുകൊണ്ട് തിക്ക ഗ്രേവി വേണം. അതുകൊണ്ടാണ് ഞങ്ങൾ തീരെ വറ്റിക്കാത്തത്. ലാസ്റ്റ് നല്ലൊരു പച്ചമുളകും ഇട്ട് ഓഫിങ് കറി റെഡി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ.